ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അൻസിബ ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. നാളെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇന്നലെ ആയിരുന്നു അൻസിബയ്ക്ക് ഫ്ലൈറ്റ്. അതനുസരിച്ച് അൻസിബ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി കഴിഞ്ഞു. നാളത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗബ്രി കയറി. ഇനി അടുത്തത് ശരണിയാണ് കയറാൻ പോകുന്നത്. അതും നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് കാണാൻ സാധിക്കും. നാളത്തെ എപ്പിസോഡിൽ കയറുന്നത് അൻസിബ, അതോടൊപ്പം തന്നെ നിഷാന, അതോടൊപ്പം തന്നെ അഭിഷേക്. ഇവർ 3 പേരും കയറും നാളത്തെ എപ്പിസോഡിൽ. എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതോടൊപ്പം തന്നെ അൻസിബ പറയുന്ന ഒരു കാര്യമുണ്ട്. ജിൻഡോയെ കാണണമെന്ന് പറയുന്നുണ്ട്, അതോടൊപ്പം ഋഷിയെ കാണണമെന്ന് പറയുന്നുണ്ട്, അഭിഷേകിനെ കാണണമെന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും എന്നോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് പെരുമാറും എന്നും അൻസിബ അവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജിൻഡോ കൊടുത്ത ഒരു ഗിഫ്റ്റ് അൻസിബ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, ജിൻഡോയ്ക്ക് കിട്ടിയിരുന്ന ആ ഒരു യെല്ലോ ബെൽറ്റ് ഉണ്ട്. അതായത് ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്ന സമയത്ത് ഒരു ബ്ലാക്ക് ബെൽറ്റും അതോടൊപ്പം തന്നെ യെല്ലോ ബെൽറ്റും കൊണ്ടുവന്നിരുന്നു. അത് അൻസിബയെ അവിടെ വെച്ച് തന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച് അൻസിബയുടെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് അൻസിബയ്ക്ക് അത് കെട്ടിക്കൊടുത്തിരുന്നു. എന്നിട്ട് അൻസിബയോട് പറഞ്ഞു, നീ അത് വെച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. അത് ഇപ്പോൾ അൻസിബ അത് പ്രേക്ഷകരെ കാണിച്ചിരിക്കുകയാണ്. ഇതെനിക്ക് ജിൻഡപ്പൻ തന്ന ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞ്, ഇതിന് ജിൻഡപ്പൻ തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബെൽറ്റ് ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചിരിക്കുകയാണ്. ഒരു മഞ്ഞ ബെൽറ്റ്. അതായത് നാളെ ജിൻഡപ്പനെയും അതോടൊപ്പം തന്നെ ഋഷിയെയും അതോടൊപ്പം അഭിഷേകിനെയൊക്കെ കാണാനായിട്ട് അവരുടെ സുഹൃത്തുക്കളാണ്, അൻസിബയുടെ സുഹൃത്തുക്കളാണ് ഇവരെ. ഇപ്പോൾ എത്ര പിണക്കമുണ്ടെങ്കിലും ജിൻഡപ്പനോടായാലും അതോടൊപ്പം തന്നെ ഋഷിയോടായാലും അഭിഷേകിനോടായാലും ഒരു വലിയൊരു സ്നേഹവും തന്നെ ഉണ്ട്. പലപ്പോഴും തെറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അങ്ങോട്ട് പ്രതികരിക്കാറുണ്ട്. ജിൻഡോയോട് പല സമയത്തും ദേഷ്യപ്പെട്ടതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു സ്നേഹമുണ്ടെന്ന് എപ്പോഴും അൻസിബ പറയാറുമുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ 3 പേരിൽ ആര് ജയിച്ചാലും വലിയ സന്തോഷമാണെന്നും അൻസിബ പറയുന്നുണ്ട്. എന്തായാലും നാളെ ഇവരെ കാണാനായിട്ട് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി വരും. അത് നമുക്ക് ലൈവിൽ നാളെ കാണാൻ സാധിക്കും. ഇന്ന് കയറും, നാളെ കാണാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെയാണ് അൻസിബ വന്ന് പറയാൻ പോകുന്നത്? അപ്പോൾ ജിൻഡോയ്ക്ക് കുറച്ചുകൂടെ സന്തോഷമാകുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ കുറേ കൂടെയൊക്കെ ഒരു ലെവലായിട്ടുണ്ട്. അതായത് രതീഷിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും ഒരു ലെവലായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നല്ല രസമായിരിക്കണം. കാരണം ഇനി ഒരു 3 ദിവസം കൂടെ ഉള്ളൂ ഇനി അവർക്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താനായിട്ട്. അതിനുവേണ്ടി അവർ ഇനി അത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റും അത്രമാത്രം എൻജോയ് ചെയ്യുകയും കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് കൊടുക്കുകയും വേണം. ഇപ്പൊ ഗബ്രി വന്നതോടുകൂടി ഗബ്രിയും ജാസ്മിനെയുമാണ് ഇപ്പൊ ലൈവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതലും. കാരണം വാഴത്തോട്ടം പിന്നെയും ക്യാമറകൾ കീഴടക്കി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ മാത്രമാണ് ഇപ്പൊ കാണിക്കുന്നത്. ബാക്കി എല്ലാവരും എവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടൊന്നും കൂടുതലായിട്ട് ഈ ക്യാമറകൾ പോകുന്നില്ല. ക്യാമറയ്ക്ക് ഇങ്ങോട്ട് തിരിയാനൊക്കെ ഒരു വിഷയേറിയ വിഷയങ്ങളുണ്ട്. കാരണം അവർക്കിപ്പോൾ TRP എവിടെയാണ് കൂടുതൽ കിട്ടുന്നത്, ആ വാഴത്തോട്ടം മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആരെ ജയിപ്പിക്കണമെന്ന് തോന്നുന്നത് ആ ഒരു സൈഡിൽ മാത്രമേ ഈ ഫോക്കസുകൾ വരുത്തുള്ളൂ. മറ്റിടത്തോടൊക്കെ ക്യാമറ തിരിയുമ്പോൾ ക്യാമറയ്ക്ക് കൈക്ക് വേദന, കാലിന് വേദനയൊക്കെയാണ് ഈ ക്യാമറയ്ക്കുള്ളത്. അതുകൊണ്ട് മറ്റിടത്തോട്ടൊക്കെ ഇപ്പം കുറേ നേരമായിട്ട് എത്തുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോ എനിക്ക് മാത്രമാണ് തോന്നിയത്, ലൈവ് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.